ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാവികളായ അടിയാരോട് കരുണയും നമസ്കാരാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവഴുത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദൃശ്യങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശതോളനിയോർത്ത് പറയുമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണനാഴിയിലും ദൈവം നമ്മുടെ അപേക്ഷയുള്ളണമേ. ആമീൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും നീക്കും ശരിപ്പെടുമാറാണമേ. ആമീൻ. മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിപ്പാനായി ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായുള്ളവയെ അനിത്യമായ ഈ ലോകത്തിൽ നിന്ന് നിന്റെ കരുണയുടെ ശരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഈ മകൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആത്മാവിന് പൂർണ്ണമായ ആശ്വാസം നീ ഇവൾക്ക് സൗജന്യമായി നൽകണമേ. നിന്റെ രാജ്യത്തിലെ വിരുന്നിലുള്ള തോഴ്മക്കാരികളോടുകൂടെ ഇവളെ ഇരുത്തണമേ. എന്തെന്നാൽ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമാകുന്നുവല്ലോ. ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ഏകദൈവമേ, നിനക്കെന്നേക്കും ബഹുമാനം യോഗ്യമാകുന്നു. ഹോശോ വബുകോൽ സുബാൻ ലവൽമി. വാഴ്ത്തുകനാഥനയന്നാത്മാവേ ഹാലേലൂയ. ഓർക്കുകതൽ പ്രതിദാനങ്ങൾ നശമൊഴിച്ചവനം ചെയ്യും. ഹാലേലൂയ. വേദനകൾ കേകും ശമനം പറിക്കുമോ. മനോലം വാദാമോലം വൽ എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുന്നോൻ എന്നിൽ അമർന്നിടും അവനിൽ താൻ ഞാനും അമർന്നിടും അവസാനം ജീവൻ ഞാൻ അവനേകിടുമെന്ന് ഓതിയ നിൻമൊഴി നിറവേറ്റാൻ വിശ്വാസമെഴും മൃതലോകം നിൻ വരവിൻ ദിവസത്തിനായി നോക്കിപ്പാർക്കുന്നേ നാഥ. നിൻ പ്രത്യാശയിൽ നിദ്രിതരാം നിന്നടിയാരെ കർത്താവേ കൃപയാൽ ജീവിപ്പിക്കേണം. സ്തോമൻ ഗാലോ ആർക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഔന്നത്യവും സദാ ഇപ്പോഴും ഇവിടെ സമർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും
അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനതയുള്ളവയുമായ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുകയും ജഡീകമായ ശരീരങ്ങൾക്ക് ആത്മീയാവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നവനുമായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. തനിക്ക് ശവസംസ്കാര ശുശ്രൂഷയുടെ 2ാം ക്രമം നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഗുലുഹുനിയൗമോ സദഹായ ഇൻലോൽമീ. മരണമില്ലാത്തവനും അഴിവില്ലാത്തവനുമായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിലിരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും തന്റെ കയ്യിലിരിക്കുന്നവനുമായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവേ, സകലരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായി നീ മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സിലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവയെ നീ നൽകുന്നു. നിന്റെ സംരക്ഷണയുടെ പരിശോധിക്കപ്പെടാവതല്ലാത്ത ആഴത്തിൻ പ്രകാരവും സകലത്തെയും കവിയുന്നതായ നിന്റെ മുന്നറിവാൽ ഈ ആയുസ്സിൽ നിന്ന് ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ആർദ്രകരുണയിൻ പ്രകാരവും ഇതിനോടുകൂടെ അനുയാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകളിൽ അതിന് നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്നും അതിനെ വീണ്ടുകൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഇതിനെ നീ കൈക്കൊള്ളണമേ. ഈ നിന്റെ ദാസി മനസ്സോടാതെയും അറിവോടാതെയും ചെയ്തിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബഹുത്വപ്രകാരം നീ ക്ഷമിച്ച് മായ്ച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും പൂഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവരിൽ നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവൻ ഇല്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ലെന്നും നീ ഓർത്തുകൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിന്റെ കൃപയും മനുഷ്യസ്നേഹവും ഇവളുടെ പക്കൽ നീ കാണിക്കുമാറാകണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ ഊർശ്ലേമ്യ സഭയിൽ സ്വർഗീയാശ്വാസ സ്ഥലങ്ങളിലും ഇവളെ നീ വസിപ്പിക്കുമാറാകണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ആകാശമേഘങ്ങളിന്മേൽ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധ മാലാഖമാർ മൂലം ആകാശത്തിന്റെ 4 കോണുകളിൽ നിന്നും നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ, കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ നീ ഓർത്തുകൊള്ളണമേ. അവളുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ തൃക്കരങ്ങളാൽ നീ ഞങ്ങളെ മനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരുശരീര രക്തങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും അനുസരണമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ, ദൈവതോ നീ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ, മനസ്സലിയണമേ. നിന്റെ മുമ്പാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന നരകവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസാദത്തിനും യോഗ്യരാക്കി തീർക്കണമേ. എന്തെന്നാൽ ദൈവമേ, നീ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. മീൻപാറക്കുമോർ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും 2 ലോകങ്ങളിലും നാളെ നാം പ്രാപിക്കുവാൻ. സ്വർഗീയാംഗ്യം വത്സലരേ, ആത്മത്തെ മെയ്യതിൽ നിന്നും നീക്കി നയിപ്പാൻവാനവരെ വേട്ടിടുമ സമയം ഘോരം. ദൂതന്മാരെ ദൂരെ കാണ്ടാത്മ വന്ദികവാസികളെ
ശരണം പ്രാപിച്ചുടനെ തൻ ചരിതത്തെ പരിശോധിപ്പൂ. പാപമലി മസമാണെങ്കിൽ താപമോടാത്മം കേഴുന്നു. സൽക്കർമ്മങ്ങൾ ദേവേശാനിൻ തിരുമയും രക്തവുമെന്നെ നീ തീറ്റി. ന്യായസ്ഥാനത്തവ രണ്ടും ധൈര്യമെനിക്കേകിടട്ടെ. ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും. സ്തോത്രം ലിഖിതം പോലവസാനതിനെ പാരും. വാനും മായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നാഥ സ്വാധികളോ തന്നെ കാത്തിടണം. വാഴ്ത്തും ഞാൻ നിന്നെ. പാറിക്കുമോ മനോലം വാദാമലോലം വൽമിനം മൃദലോകത്തിൽ ലാസറിനും യായേ റോസിൻ പുത്രിക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം തന്നെ. പുനരുത്ഥാനത്തിൽ മണ്ണിൽ നിന്നും ജീവിപ്പിക്കണം. മൃതരെയോ ധനത്തേൻ സ്വർഗേ കാൺമാൻ കർത്താവേ ഭാഗ്യം നൽകിയിടേണം. നീതിവിദേശനോടാത്മാവേവം യാചേ ചോദിടുന്നതു ഞാൻ കേട്ടേ നല്ലോ. മൃതികതരെ പ്രതിനാഥ അങ്ങേ ക്യാർപ്പേക്കും ബലികളിലെന്നെ രോധി. പാപികളിന്നും ശിഷ്ടന്മാരെ വേറെ കേടാനീറന്മാർ വന്നിടുമ്പോൾ കാരുണ്യത്തിൻ ചിറകേൻ കീഴ് നാഥ ചേർത്തിവളെ കാക്കുക. നരകത്തിന്നും ഇവളെ വിധിച്ചിടരുതേ നാഥ. ജീവേ പവരിലവൻ വിമലൻ തിരുമുമ്പാകെ നാഥ ഇവളിൽ സ്ഥിതി ചെയ്തേടു. ശ്രേനോ ഹരിയാഗ്നി കിരയായി നൽകിടല്ലേ. മുറിയോറാകി മേലൈനുവാദ ആർദ്രതയാൽ നാഥാദേവ ദാസിക്കേകണമേ പുണ്യം. നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി വാളേ. തൻപാൽ നീ പാർപ്പിക്കേണം. പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാക്കേണം. ആ നിരയിൽ സ്തോത്രം നാഥ പാടിയിടട്ടിവൾ നിൻ പേർക്കായി. വാഴ്ചയിടും നിന്നെന്നു ആർദ്രതയാൽ നാഥാദേവ ദാസിക്കേകണമേ പുണ്യം. നിൻ മഹിമോ ദയനാൾ തന്നിൽ നിർത്തണമേ ഫലമായി വാളേ. മക്കളിലപ്പൻ കൃപ ചെയ്യുവതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹല്ലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂ ചെടി പോലെ ബാറയ്ക്കുമോ. മനോലം വാദാമലോലം വൽ മീനാമരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ ജീവാസ്വരമതുണർത്തണമേ. കൃപനു ധ്യാന
ജ്ഞാനത്തിനായി സ്തോമൻ കാലസ്കുറിയിലായി ഉയരേകുന്നാൻ രാജ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്ന് അവരോരോടെഴുന്നേറ്റു ഉയരേകുന്നേ സ്തുതി ചെയ്തിടുന്നു. പാറയ്ക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ ക്രംപാനം ചെയ്യോൻ പാതാളത്തിൽ പോവാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പോ അങ്ങത്തേട്ട് മരിച്ചതു ഞാൻ എന്നും ഗാർത്ത തന്നരുളിന്നു മഹത്വം മുറിയോറാഹി മേലൈനു ആധാര അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ പുത്രനാക്കി അനുകൂലമാക്കണതേ. കർത്താവേ, എന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ വരെ നോക്കി പാർത്തിരിക്കുന്ന മരിച്ചവരെ നീ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും മടിയിലവരെ പാർപ്പിക്കണമേ. വന്നവനും വരുന്നവരും മരിച്ചവരെ അനുകൂലമാക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലച്ചുറയുമാറാണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മുടെ മേലും കർത്തൃസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്ന ഈ മകളുടെ ആത്മാവിന്റെ മേലും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കും. ആമീൻ. മൂന്നാമത്തെ ശുശ്രൂഷ ഔദ്യോഗികമായിട്ട് വീടിന് വെളിയിൽ പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്ന പീഠത്തിൽ വെച്ചുകൊണ്ട് കൃത്യം 11 മണിക്കാണ് ആരംഭിക്കുന്നത്. അതുവരെയും പ്രത്യേകിച്ച് ഗാനങ്ങൾ പാടുകയും തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുകയും കടന്നുവരുന്ന പിതാക്കന്മാർ പ്രത്യേകമായിട്ട് കുടുംബത്തെ ആശ്വസിപ്പിച്ചുകൊണ്ടും അനുശോചനം അറിയിച്ചുകൊണ്ടും ഒക്കെയുള്ള അനുശോചന സന്ദേശങ്ങൾ കൊടുക്കാനുള്ള സന്ദർഭമാകുന്നു. വരുന്ന ആളുകൾ ഒന്നിച്ചെത്തിക്ക് ഇതിനകത്തേക്ക് പ്രവേശിപ്പാൻ ഇടയാകാതെ കൃത്യമായിട്ട് 1, 2, 3 പേര് ചേർന്ന് വരുന്നു. അതിനുശേഷം അവരിറങ്ങിയതിനു ശേഷം മാത്രമേ അകത്തോട്ട് പ്രവേശിപ്പാനായിട്ട് ഇടയാവുള്ളൂ. രണ്ടാമത്തെ ശുശ്രൂഷയ്ക്ക് ഇപ്പോഴും മുഖ്യ കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിച്ചത് തോമസ് കല്ലിനാൽ കോർപ്പിസ്കോപ്പ അച്ഛനാണ്. അച്ഛൻ പ്രാർത്ഥനയുടെ ഇടയിൽ വിതുമ്പുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് പ്രത്യേക കാരണമുണ്ട്. ഇതേ പ്രായത്തിൽ അദ്ദേഹത്തിന്റെ മകളെ യാത്രയാക്കുവാൻ ഒരു പ്രത്യേക സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. ആ മകള് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ ഇതുപോലെ ഒരു സന്ദർഭം അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ ശക്തമായ സ്വാധീനമുണ്ട്. അതാണ് അദ്ദേഹം വിതുമ്പോൻ തക്കവണ്ണിടയാൻ. ആ പിതാവ് ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു പിതാവാണ്. എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പമുള്ള ആളാണ്. ഒരു പിതൃതുല്യനാണ്. ആ നിലയിൽ കടന്നു വന്ന് ഞങ്ങളെ സമാശ്വസിപ്പിക്കുകയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ കുടുംബത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന സഭയുടെ മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗവും ഈ ഇടവകയുടെ മുൻ വികാരിയും ഇപ്പോഴ് കൊഴുവല്ലൂർ പള്ളിയുടെ വികാരിയുമായിരിക്കുന്ന നമ്മുടെ സമീപവാസിയും കുടുംബത്തെ കരുതുകയും ചെയ്യുന്ന വന്ദനായ KS ശാമുവേലച്ചന്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ മാവേലിക്കര ഭദ്രാസന കൗൺസിൽ അംഗവും എനിക്ക് സഹോദരതുല്യനുമായിരിക്കുന്ന പ്രിയ അജിയച്ചൻ ഇവിടെയുണ്ട്. അച്ഛനോടുള്ള പ്രത്യേക സന്തോഷവും നന്ദിയും കുടുംബങ്ങളുടെ പേരിൽ അറിയിക്കുന്നു. വന്ദന KS ശാമുവേലച്ചൻ ഒരു വാക്കിപ്പോഴ് അനുശോചനമായിട്ട് സംസാരിക്കും. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്യരായ സഹോദര വൈദികരെ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഈ പ്രിയ സഹോദരിയുടെ വേർപാടിന്റെ ദുഃഖം ഈ കുടുംബത്തെ അറിയാവുന്നവരും അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവരും വളരെ സങ്കടത്തോടും വളരെ പ്രയാസത്തോടുമാണ് ഈ വാർത്ത ഏറ്റുവാങ്ങിയത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ജീവിതത്തിൽ ആകസ്മികമായ വേർപാട് സംഭവിക്കുമ്പോൾ മനുഷ്യഹൃദയം തളരുകയും വേദനിക്കുകയും നൊമ്പരപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ആശ്വസിക്കുവാനും ബലപ്പെടുവാനും കർത്താവിലും കർത്താവിന്റെ വചനത്തിലും മാത്രമേ ഉള്ളൂ എന്നുള്ളതിന് യാതൊരു സന്ദേഹവുമില്ല. മാനുഷിക വാക്കുകളൊക്കെ ആശ്വസിപ്പിക്കുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ ആ വലിയ ആഴമായ ദൈവവിശ്വാസമാണ് നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിന് ആവശ്യം മതിയാവോളം വിശ്വാസം, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ കുടുംബത്തിലുള്ളതായ കുടുംബാംഗങ്ങൾക്ക് വൈദിക പാരമ്പര്യമുള്ളൊരു കുടുംബം, ആത്മീയ ശുശ്രൂഷയിൽ വളരെ അനുഗ്രഹമായി നിൽക്കുന്നൊരു കുടുംബം. അത്തരത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ അതവരെ ആ പൂർണ്ണ വിശ്വാസത്തോടെ ഏറ്റുവാങ്ങി ദൈവവചനത്തിൽ ആശ്വസിക്കുകയും ബലപ്പെടുകയും ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവം
അതിനുള്ള കൃപ പ്രിയ മക്കൾക്ക് നൽകുമാറാകട്ടെ. തിരുവചനം ഓർമ്മിപ്പിക്കുന്ന ഇത്തരം സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് നൊമ്പരപ്പെടുകയും വേദനപ്പെടുകയും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിലെ അനേക വാസസ്ഥലങ്ങൾ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകും. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. തിരുവചനം ഓർമ്മിപ്പിക്കുന്ന അനുഗ്രഹീതമായ സന്ദേശം. ഈ പ്രിയ സഹോദരി നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ ഭർത്താവ്, പ്രിയപ്പെട്ടവര് അവരുടെ മനസ്സ് സങ്കടപ്പെടാതിരിക്കുകയില്ല, വേദനപ്പെടാതിരിക്കുകയില്ല, നൊമ്പരപ്പെടാതിരിക്കുകയില്ല. അപ്പോഴും ഓർമ്മിപ്പിക്കും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പൻ. ഇത്തരം സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ളതാ ദുഃഖകരമായ ഏത് വേളയിലും നമുക്ക് ആശ്വാസവും ധൈര്യവും പകരുന്നത് ദൈവമാണ്. ഈ പ്രിയദാസി നമ്മൾ ആരും പറഞ്ഞപ്പോഴല്ല ഈ ലോകത്തിൽ ജനിച്ചത്. അതുപോലെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കർത്താവ് കാത്തുപരിപാലിച്ചു. ഇപ്പോൾ വേർപെട്ടു പോകുന്നതും നമ്മൾ പറയുന്നതാ നിശ്ചയിക്കുന്ന സമയമല്ല, അത് ദൈവ നിശ്ചയമാണെന്ന് പൂർണ്ണമായിട്ട് ചിന്തിക്കുവാനും അത്തരത്തില് ഒരു ക്രിസ്തീയ പ്രത്യാശയിലായിരിക്കാനും ഇടയാകണം. ജീവിതത്തിന് വലിയ നഷ്ടങ്ങളുടെ മധ്യത്തിലാണ് യോബ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും എന്നുള്ളതിനൊക്കെ വളരെ സംശയമുണ്ട്. ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ കുടുംബത്തിലുള്ളതായ പൈതൃകമായിട്ടുള്ള ആധ്യാത്മികമായ ഒരു സംസ്കാരം അത്തരത്തിൽ ചിന്തിക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കഴിയുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ഒരു ശവസംസ്കാര ശുശ്രൂഷയിലെ സംബന്ധിച്ചപ്പോൾ ഒരു വർഷമായി കാണും. ആ ശവസംസ്കാരം 24 വയസ്സുള്ള ഒരു യുവ എഞ്ചിനീയറാണ്. മാതാപിതാക്കൾക്ക് ഏക മകന്. അവന് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിക്കുകയാണ്. ഏക മകൻ മാത്രമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്ത് ധാരാളം പണമൊക്കെ സമ്പാദിച്ച് വളരെ സമ്പന്നതയിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. ആ ശവസംസ്കാര ശുശ്രൂഷയെ സംബന്ധിക്കുവാനായിട്ട് കടന്നു ചെന്നപ്പോൾ ഇതുപോലെ ഈ സഹോദരി കിടക്കുന്നത് പോലെ ആ മൃതശരീര സമയം ബന്ധുക്കൾ ഇരിക്കുകയാണ്. അമ്മയും അതുപോലെ മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ഇരിക്കുകയാണ്. ഞാൻ അമ്മയെ ശ്രദ്ധിച്ചു. എന്തോ അവരുടെ മുഖത്തൊരു പ്രകാശം പോലെ, ഒരു ക്രിസ്തീയമായ വലിയ പ്രത്യാശയില് ഈ സ്ത്രീ അവിടെ, ഈ അമ്മ അവിടെ ഇരിക്കുന്നു. ഞാനവരെ ഓർത്തു. ഏക മകൻ, ഒരു എഞ്ചിനീയർ, മറ്റു സാധ്യത മക്കൾ ആരുമില്ല, മറ്റു സാധ്യതയില്ല. ആ സന്ദർഭത്തിൽ ഈ ഏക മകൻ പോകുന്ന അവസരത്തിൽ അമ്മയ്ക്ക് ഇത്രത്തോളം പ്രത്യാശയോടെ എങ്ങനെ ഇവിടെ ഇരിക്കുവാനായിട്ട് കഴിയുന്നുവെന്ന് ഞാൻ എന്റെ മനസ്സിലൂടെ ചിന്തിച്ചുപോയി. ആ പ്രിയമകനെ പഠിപ്പിച്ച അധ്യാപകര്, അതുപോലെ തിരുമേനിമാര്, അച്ഛന്മാരൊക്കെ ഈ മകന്റെ അവന്റെ വൈശിഷ്ട്യത്തെക്കുറിച്ചൊക്കെ പറയുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനം വിചാരിച്ചു, ഈ മൃതശരീരം പള്ളിയിലേക്ക് പോകുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ഈ അമ്മയുടെ ദുഃഖം ഏറെ വർദ്ധിച്ച് ഈ അമ്മ ആ സന്ദർഭത്തില് അവരുടെ ദുഃഖം കണ്ണുനീർ അണപൊട്ടി ഒഴുകുമെന്ന് ഞാൻ വിചാരിച്ചു. അതിലെല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അമ്മ പറയുകയാണ്, മോൻ, ഐ ആം പ്രൗഡ് ഓഫ് യു മോൻ, താങ്ക് യു, ഗുഡ് ബൈ, ഇനി നമുക്ക് അവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ചുംബനം കൊടുത്ത് വളരെ സന്തോഷത്തോടെ ആ മകനെ യാത്ര അയച്ചു. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? പ്രസംഗിക്കുന്ന അച്ഛനായിക്കൊള്ളട്ടെ, കേൾക്കുന്നവരായിക്കൊള്ളട്ടെ, ഏക മകൻ മരിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ, ഈ ദാരുണ മരണത്തില് അവരുടെ ക്രിസ്തീയമായ പ്രത്യാശയിൽ അങ്ങനെ യാത്ര അയക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ഈ കുടുംബ നിവാസികൾക്കും അവരുടെ വിശ്വാസത്തിന്റെ ആഴത്തില് അങ്ങനെയുള്ളൊരു അനുഭവത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവർക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹീതം ഒരു വാസസ്ഥലത്തെ പറ്റിയുള്ള ദർശനം അവിടെ ആർക്ക് ലഭിക്കുമെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൽ വിശ്വസിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കുന്നവർക്കാണ് ആ വലിയ വാസസ്ഥലം ലഭിക്കുന്നത്. ഈ പ്രിയ ദാസിയും അതുപോലെ അദ്ദേഹത്തിന്റെ ഭർത്താവും അതുപോലെ സഹോദരങ്ങളും എല്ലാം ആധ്യാത്മികമായ സംസ്കാരത്തിൽ ഒക്കെ ജീവിക്കുന്ന വ്യക്തികളാണ്. ധന്യമായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ കഴിഞ്ഞ നാൾ ഇടയാക്കി ആ വാസസ്ഥലം പ്രാപിപ്പാൻ തക്കവണ്ണം തന്റെ കർമ്മം കൊണ്ടും തന്റെ വിശ്വാസം കൊണ്ടും ഒക്കെ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും, പ്രത്യേകിച്ച് എനിക്ക് ഈ കുടുംബത്തോട് വിവിധങ്ങളായ തലങ്ങളിലുള്ളതായ ബന്ധങ്ങളുണ്ട്. വൈദിക ശുശ്രൂഷയിലുള്ളത്, വികാരി എന്നുള്ള നിലയിൽ, അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ളതായ ബന്ധം, പ്രത്യേകിച്ചും ഞങ്ങളുടെ കുറ്റിക്കാട്ട് കുടുംബത്തിനാണെങ്കിലും ഈ പറവോണ് കുടുംബവുമായിട്ട് വളരെ അനുഗ്രഹീതമായ ഒത്തിരി ബന്ധങ്ങളൊക്കെ സ്മരിക്കുവാനുണ്ട്. ഈ ബന്ധങ്ങളെ ഒക്കെ ഓർത്തുകൊണ്ട് പ്രിയ ദാസിയുടെ ദുഃഖിക്കുന്നതായ പ്രിയ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും എന്റെ അനുശോചനം അറിയിച്ചുകൊണ്ടും അവസരം തന്ന വന്യനായ ഡോക്ടർ നയനാമി ജോർജനുള്ളതായ ഏറെ സ്നേഹവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
വന്യ ശബലിച്ചനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇപ്പോഴേ മാവേലിക്കര ഭദ്രാസനത്തിനു വേണ്ടി ഔപചാരികമായിട്ട് പ്രിയ അജിയച്ചൻ അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്ദിരായ കോർപ്പിസ്കോപ്പന്മാരെ, വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, പ്രത്യേകാൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ അച്ഛൻ, ഈ പ്രിയ സിനിയെ ഞാൻ കാണുന്നത് വന്ദിനായ യേശുദാസൻ വിശുകുർബാന അർപ്പിക്കുന്ന പള്ളിയിൽ ഒരിക്കൽ വിശുകുർബാന അർപ്പിക്കാനായിട്ട് അവസരം ലഭിച്ചപ്പോൾ എനിക്കേറെ അസൂയ തോന്നുകയും എന്നെയേറെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്ത യേശുദാസൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കൾ വൈദികരായ രണ്ടുപേരുടെയും സാന്നിധ്യം എന്നെ വല്ലാതെ ആകർഷിച്ചു. വിശുകുർബാന കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നപ്പോൾ ഈ പ്രിയ സിനി ഓടി വന്ന് എന്നോട് ചോദിച്ചു, അച്ഛൻ കരിപ്പുഴ പള്ളിയുടെ വികാരിയാണല്ലേ? അപ്പോൾ ഞാൻ ആ സമയത്ത് കരിപ്പുഴ പള്ളിയുടെ വികാരിയായിരുന്നു. എൻ്റെ അമ്മയുടെ വീട് കരിപ്പുഴ, അച്ഛനെ വീട് അറിയുമോ എന്നൊക്കെ ചോദിച്ചു. ആ ഒറ്റ സംസാരത്തിൽ തന്നെ ഈ സിമിയുടെ വ്യക്തിത്വം എനിക്ക് വല്ലാതെ ആകർഷിച്ചു. ഉടനെ റിജയെ വിളിച്ച് എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഏറെ സംസാരിച്ചില്ല, പക്ഷേ ആ ഒരു പെരുമാറ്റം കൊണ്ട് വ്യക്തിത്വമുള്ള, ദൈവാശ്രയമുള്ള, ദൈവ സാന്നിധ്യത്തിന് അനുഭവത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒന്നിനായ യേശുദാസൻ എനിക്ക് അന്ന് തന്ന കരുതലും സ്നേഹത്തെ പ്രതി ഞാൻ പ്രത്യേകമായിട്ടും ഓർക്കുകയും ദൈവത്തിന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അത് ബഹുമാനപ്പെട്ട ശമലച്ചൻ പറഞ്ഞതുപോലെ വേദോസ്തം ആകമാനം പരിശോധിച്ചാൽ ആശ്വസിപ്പാനുള്ള ഏറെ കാര്യങ്ങളുണ്ട്. പഴയ നിയമത്തിൽ നാം കാണുന്നു, ഹാഗാറെ നീ എന്തിന് ഭയപ്പെടുന്നു, നീ എന്തിന് കരയുന്നു? നൈനിലെ വിധവയോടെ കർത്താവ് ചോദിക്കുന്നു, സ്ത്രീയെ നീ എന്തിന് കരയുന്നു, നീ കരയുന്നതെന്ത്? ഉയർപ്പിങ്കൽ മഗ്ദലക്കാരത്തി മറിയോട് കർത്താവ് ചോദിക്കുന്നു, സ്ത്രീയെ നീ എന്തിനെ കരയുന്നു? കണ്ണുനീരിന്റെ ശബ്ദം ഒരിക്കലും ദൈവം തമ്പുരാൻ മറികടന്നു പോകുന്നവനല്ല. കണ്ണുനീരിനെ ശ്ലാഘിക്കുകയും കണ്ണുനീരിന്റെ കാരണം അന്വേഷിച്ച് ആ കാരണത്തെ പരിഹരിക്കുകയും ചെയ്യുന്നവനാണ് കർത്താവ്. വല്ലാതെ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്കും വല്ലാതെ ഞെടുക്കമുണ്ടായി. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കർത്താവിനോട് അന്നേരം ചോദിച്ചു, ദൈവം എന്താ ഇങ്ങനെ പ്രിയ കുഞ്ഞുങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച്? എന്നാൽ ഏലിയാവിനെ ധൈര്യപ്പെടുത്തിയ ദൈവമുണ്ട്. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനായിട്ടുണ്ട്. അതെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം വളരെ വലുതാണ്. അതുകൊണ്ട് ഈ പ്രിയാസിനി നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലേക്കല്ല, പൂർണ്ണമായ ദൈവിക പ്രത്യാശയിലേക്ക്, ദൈവിക സംസർഗത്തിലേക്കും ചേർക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ കുടുംബങ്ങൾക്ക് അത് ആശ്വസിപ്പാനായിട്ട് സാധിക്കണം. മലങ്കര സഭയിൽ ഒരേ ഒരു വീടേ ഉള്ളൂ, മിഷൻ വീട്. അത് ഈ ഭവനമാണെന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. മലങ്കര സഭയിൽ മിഷൻ വീടെന്ന് പേരുള്ള ഒരേ ഒരു വീടേ ഉള്ളൂ. ആ ഭവനത്തിൽ പ്രത്യേകം ആശ്വാസമോ പ്രത്യേക സമാധാനമോ ആശംസിക്കേണ്ട കാര്യമില്ല. പ്രിയ ഐസക് അച്ഛനെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 15 വർഷം മുമ്പേ എനിക്ക് അറിയാം. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കൂടിയാണ് ഈ ഭവനത്തെ പരിചയപ്പെടുന്നത്. ഈ കുടുംബത്തിന് കർത്താവ് ആശ്വാസം നൽകട്ടെ, ധൈര്യം നൽകട്ടെ. പ്രിയദാസിക്ക് സ്വർഗീയ യെരൂശലേമിൽ വാസലം ഒരുക്കട്ടെ. മാവേലിക്കര ഭദ്രാസനത്തിൻ്റെതായിട്ടുള്ള എല്ലാ അനുശോചന വിതരണത്തിൽ അറിയിക്കുന്ന വന്ദനായ ഐസക് അച്ഛൻ പലപ്പോഴും മാവേലിക്കര ഭദ്രാസനത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ പങ്കുചേരുന്ന ആളെയാണ്. പ്രത്യേകിച്ച് നയനാനച്ചനെ പോലുള്ളവർ മാവേലിക്കര ഭദ്രാസനം ഏറെ സ്നേഹിക്കുന്നവരാണ്. ഒരു കുടുംബത്തിന്റെ ദുഃഖത്തിൽ മാവേലിക്കര ഭദ്രാസനം പങ്കുചേരുന്നു. പിന്നെ തിരുമേനിക്ക് വേണ്ടിയും ഭദ്രാസന കൗൺസിലിന് വേണ്ടിയും ഭദ്രാസന സെക്രട്ടറി ബി ഫിലിപ്പച്ചന് വേണ്ടിയും അനുശോചനം വിതരണത്തിൽ അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ ആശ്വാസം ലഭിക്കട്ടെ. ഒരു നിമിഷം തറളെ ഉണക്കി പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ദൈവമേ, മനോഹരമായി പ്രപഞ്ചത്തിൽ ജനിപ്പാനും ജീവിപ്പാനും ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം നൽകി. ഞങ്ങൾ നനയ്ക്കാത്ത സമയത്ത് ഈ ലോകത്തിൽ ഞങ്ങൾ ജനിക്കുന്നു. നനയ്ക്കാത്ത സമയങ്ങളിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടവരാണ്. മർത്തനീതി പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്ന മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നള്ളി ചെയ്യുന്നു. ഈ ലോകത്തിൽ ജനിച്ച ഞങ്ങൾക്കൊരു മടക്കയാത്രയുണ്ട്. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളെ മടക്കി വിളിക്കുമ്പോൾ ഞങ്ങൾ മടങ്ങി വരേണ്ടവരാണെന്നുള്ള വലിയ ബോധ്യം ഇത്തരം സന്ദർഭങ്ങൾ ഞങ്ങളെ ഓർപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. ക്രിസ്തുവിക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തെ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദാസി ആയുസ്സിന്റെ മധ്യാഹ്നത്തിൽ വിളിക്കപ്പെട്ടുവെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി വിശ്രമിക്കുന്നു